എല്ലാവർക്കും ടെക്നിക്കൽ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ പിന്നെ ഒരു അൺബോക്സ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് W26 ഒരു വാച്ച് നമ്മൾ മുമ്പ് അൺബോക്സ് ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ ഒരു പ്രോ വേർഷൻ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അൺബോക്സ് ചെയ്യുന്നത് ഇതായിരുന്നു, ഈ W26 പ്ലസ് ആയിരുന്നു. ഇത് W26+ Pro എന്ന് പറയുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ട് ഫുള്ളായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കണ്ടിട്ടാണ് ഇപ്പൊ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണാൻ ചെറിയ ബെല്ലേക്ക് പ്രസ് ചെയ്താലോ ഞാൻ കൂടുതൽ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നേരെ നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ വാച്ചിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്, W26+ Proൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അൺബോക്സ് ചെയ്ത W26+ൻ്റെ അതേ ബോക്സ് തന്നെ ഇതിലും വരുന്നൊരു മാറ്റമില്ല. നമ്മളിതാണ് മുമ്പിൽ ആ ഫോട്ടോ കാണാൻ പറ്റും, നമുക്ക് അതിൻ്റെ കളർ മാർക്ക് ചെയ്തിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ, നമ്മൾ കളറെല്ലാം മാർക്ക് ചെയ്ത് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ പ്രൊസസ്സറും മീഡിയടെക്കിൻ്റെ പ്രൊസസ്സർ, പിന്നെ IP60 അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ ഉണ്ട്. പിന്നെ ലീഡിങ് എ ഹെൽത്തി ലൈഫ് എന്ന് പറഞ്ഞിട്ട് അതും ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. അതേ ബോക്സിന് ഒരു വ്യത്യാസമല്ല, സെയിം ബോക്സാണ്. ഞാൻ W26+ൻ്റെ ബോക്സ് കാണിച്ചു തരാം. ഒരു വ്യത്യാസമല്ല, കണ്ടില്ലേ, അതേ ബോക്സ് തന്നെയാണ്. നമ്മൾ ഇത്തവണ ഇല്ല, നമ്മൾ സെയിം കളറാണ്, അത് ബ്ലാക്ക് തന്നെ നമ്മളടുത്ത് ഇപ്പോഴും ഉള്ളത്. അതേ സെയിം ബോക്സിന് ഒരു വ്യത്യാസമല്ല, കണ്ടില്ലേ. ഇതാണ് നമ്മളെ ബോക്സിൽ അധികം കാര്യമായിട്ടൊന്നുമില്ല, വ്യത്യാസമൊന്നും കാണാൻ പറ്റുന്നില്ല, അതേ സെയിം ബോക്സാണ്. അപ്പോൾ ഏതായാലും നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇനി അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മുകളിൽ തന്നെ വാച്ചിനെ കാണാൻ പറ്റും. നമ്മൾ W26+ൻ്റെ അതേപോലെ തന്നെ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഒരേപോലെ തന്നെയാണ്. നമുക്ക് മുകളിൽ വാച്ച് കാണാൻ പറ്റും. നമുക്ക് വാച്ച് ഒന്ന് മാറ്റി വെക്കാം. പിന്നെ അതിൻ്റെ അടിയിലായിട്ട് അതേ മാനുവലും പിന്നെ ഒരു കേബിളും കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇതാണ് നമ്മുടെ മാനുവൽ പറയുന്നത്. ഒരു വ്യത്യാസമില്ലാതെ ചൈനീസിലും ഇംഗ്ലീഷിലും ഇല്ല അതേ മാനുവലിന് ഇതിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് നമ്മൾ അടുത്ത് കാണാൻ പറ്റുന്ന നമ്മളെ കേബിളാണ്. ഇത്തവണത്തെ കേബിളിന് കുറച്ച് ക്വാളിറ്റി കൂടുതലുണ്ട്, കുറച്ച് നീളം കൂടുതലുണ്ട്. നമ്മൾ ഈ പ്ലസ് പ്രോത്തെ ഒന്ന് കുറച്ച് ക്വാളിറ്റി കൂടുതലാണ്. പ്ലസ് അധികം ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല, ചീപ്പായിരുന്നു. പിന്നെ ഇതാണ് നമ്മളെ വാച്ച് എന്ന് പറയുന്നത്. നമുക്ക് വാച്ച് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ നമ്മളെ വാച്ചിൻ്റെ മുകളിലായിട്ടൊരു പേപ്പറൊക്കെ ഒട്ടിച്ചിരിക്കുന്നു, കുറച്ചൊരു ഗ്ലാസ് പേപ്പർ ഒരു അതൊക്കെ നമുക്ക് കളയാം. അപ്പോൾ വാച്ച് നമ്മൾ ഓണാണ്, നമ്മൾ ഓണാക്കി വെച്ച് നോക്കാം, ഒന്ന് ഓണാക്കി നോക്കിയതാണ്. നമ്മൾ ഇതിൻ്റെ മുകളിലില്ലാതൊക്കെ കളയാം. ഉണ്ട്. അപ്പോൾ നമ്മളെ സ്ക്രീൻ ഇപ്പോൾ നല്ലൊരു സ്ക്രീൻ തന്നെ, നമ്മൾ ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആണ് നമ്മളിതിൽ വന്നിരിക്കണം. ഒക്കെ അതേപോലെ തന്നെ ഡൈമെൻഷൻസും കാര്യങ്ങളൊക്കെ ഒരേപോലെ തന്നെ നമ്മളെ ഈ വാച്ചിലില്ല. W26 പോലെ തന്നെ ഒരു കാര്യത്തിൽ മാത്രം വ്യത്യാസമുണ്ട്. ഇത്തവണ കണ്ടില്ല, ഒരു പുതിയൊരു വാച്ച് ഫേസ് ഇതിലുണ്ട്. നമുക്കൊരു കണ്ടില്ല, ഒരു വാച്ച് ഫേസ് ഉണ്ടല്ലേ, അതൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കൊക്കെ ഒരേപോലെ തന്നെ വ്യത്യാസമില്ല, നമുക്ക് നോക്കി നോക്കാം. നമ്മളെ W26+ വെച്ചിട്ടുണ്ടോ, ഒരേപോലെ തന്നെ ഒരു വ്യത്യാസമില്ല. ആ ക്രൗണുമില്ല, അതൊക്കെ ഒരേപോലെ തന്നെയാണ്. അപ്പോൾ നമുക്കിനി ഇതിൽ ആകെ വ്യത്യാസം, ഇതൊരു കസ്റ്റം വാച്ച് ഫേസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ ഫോട്ടോ തന്നെ ആഡ് ചെയ്യാൻ പറ്റും ഇതിൽ. നമുക്ക് ആദ്യത്തെ W26+ൽ നമുക്കത് ആഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇത്തവണത്തെ പ്ലസ് പ്രോയിൽ നമുക്കതൊക്കെ നമ്മളെ ഫോട്ടോ വെക്കാൻ പറ്റും. ഇതിൽ കണ്ടില്ല, നമുക്കൊരു പുതിയൊരു ഫേസ് കാണാൻ പറ്റുന്നുണ്ട്. ഒക്കെ ഫീച്ചറും കാര്യങ്ങളൊക്കെ അതേ, UI ഒക്കെ അതേ സെയിം UI ആണ്, സ്മൂത്ത് തന്നെയാണ്, നല്ല സ്മൂത്തിൽ UI ആണ് വരുന്നത്. പിന്നെ ഇത് ക്രോൺ വർക്കിംഗ് ആണ്. നമ്മൾ W26 Proൻ്റെ പോലത്തെ ക്രോൺ വർക്ക് ചെയ്യുന്ന മോഡലാണ്. കണ്ടില്ലേ, ഈ ക്രൗൺ തിരിച്ചുമ്പോൾ ഇങ്ങനെ നമ്മളെ വാൾപേപ്പർ ഇങ്ങനെ ചേഞ്ച് ആവും. ഒക്കെ സെയിം ഫീച്ചർ, ഒരു മാറ്റമില്ല, സെയിം സാധനമാണ് അതിൻ്റെ എല്ലാ ഫീച്ചറും. അപ്പോൾ ഇതിൻ്റെ ഫുൾ റിവ്യൂ നമ്മൾ ചെയ്യണില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതേ അൺബോക്സ് ചെയ്തിരിക്കുന്നു. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിലും ഉണ്ട്. ഇതിലാകെ മാറ്റില്ല ആ വാച്ച് ഫേസ് ആണ്. അതെങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് നമ്മൾ മൊബൈലിൽ ബ്ലൂടൂത്ത് ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ പെയർ ചെയ്ത് നമ്മളെ വാച്ചായിട്ട്, നമുക്ക് വാച്ചായിട്ട് പെയർ ചെയ്താൽ നമ്മളെ മുകളിലായിട്ട് ആടെ ഇൻഡിക്കേഷൻ കാണാൻ പറ്റും, ഒരു ഓറഞ്ച് കളർ ഇൻഡിക്കേഷൻ. അപ്പോൾ നമ്മൾ വാച്ച് പെയർ ആയി എന്നതിൻ്റെ അർത്ഥം കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ നമുക്കൊരു ആപ്ലിക്കേഷൻ ആണ്. ഈ ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുന്നത് M-Active പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷനാണ്. നമ്മളെ സെയിം ആപ്ലിക്കേഷൻ W26+ൻ്റെ അതേ സെയിം ആപ്ലിക്കേഷനാണ്. അതിൽ ഫസ്റ്റ് നമുക്ക് നമ്മളെ വാച്ചായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ലൊക്കേഷനൊക്കെ ഒന്ന് ഓൺ ആക്കി നമുക്ക് പെട്ടെന്ന് കണക്റ്റ് ആവുന്നത്. നമ്മളെ ലൊക്കേഷൻ മൊബൈൽ ഓണാക്കുക, എന്നിട്ട് അതിൽ ആഡ് നമ്മളെ ഡിവൈസ് ഉണ്ടാകുമ്പോൾ ക്ലിക്ക് ചെയ്യുന്ന ശേഷം സെർച്ച് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സെർച്ച് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക, നമ്മളത് സെർച്ച് ചെയ്തിട്ടൊന്ന് വരണം. അപ്പോൾ ഗൈസ്, നമ്മൾ സെർച്ച് ചെയ്തിട്ട് വന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മളെ വാച്ചുമായിട്ട് അത് കണക്റ്റ് ആയി കഴിഞ്ഞു. ഉണ്ടല്ലേ, നമ്മളെ വാച്ചുമായിട്ട് കണക്റ്റ് ആയി. അപ്പോൾ ഇനി നമ്മൾ നേരെ പോയി നമുക്കൊരു വാച്ച് ഫേസ് ആണ്, പുഷ് വാച്ച് ഫേസ് എന്ന് നെക്കിയൊരു ഓപ്ഷൻ കാണാം. നമ്മൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് നേരെ ഒരു പേജിലേക്ക് പോവാം. അത് നമുക്ക് ഓൺലൈനിൽ കൂടി നമുക്ക് കസ്റ്റം വാച്ച് ഫേസ് നമുക്ക് കുറേ എടുത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് ഡെയിലി പുഷ് ചെയ്യാൻ പറ്റും. കണ്ടില്ല, ഇഷ്ടംപോലെ വാച്ച് ഫേസുകളുണ്ട് ഇതിൽ. നമുക്ക് ഇഷ്ടംപോലെ വാച്ച് ഫേസ് ഉണ്ട്. നമ്മൾ ആദ്യത്തെ W26+ൽ ഇത് ഉണ്ടായിരുന്നില്ല, ഈ ഫീച്ചറൊന്നുമില്ല. ഇത് പ്ലസ് പ്രോയിൽ മാത്രം ഫീച്ചറാണ് നമുക്ക്.
അപ്പോൾ ഗൈസ് നമുക്ക് എങ്ങനെ കസ്റ്റം വാച്ച് ഫേസ് നമുക്ക് ഇടാം. അത് വെച്ചാൽ നമ്മൾ ഫോട്ടോ എങ്ങനെ നമുക്ക് ഇതിൽ ഇടാൻ പറ്റുമെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങളൊരു ഇങ്ങനെ അതിൻ്റെ പുറത്ത് കസ്റ്റം വാച്ച് ഫേസ് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം. നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ നമുക്ക് വാച്ചിൻ്റെ ഫോണ്ടിൻ്റെ കളറൊക്കെ മാറ്റാം. നമ്മുടെ ടൈമിൻ്റെ കളറും അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ സൈഡിൽ സെലക്ട് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്, നമ്മൾ ക്ലിക്ക് ചെയ്യുക. സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഗാലറിക്ക് ഓപ്പൺ ആകാൻ പറ്റും. അപ്പോൾ കഴിച്ച് നമ്മൾ ഫോട്ടോ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ചാനലിൻ്റെ ഒരു ലോഗോ ആണ് ഇപ്പോൾ സെലക്ട് ചെയ്തത്. ഒരു ചാനലിൻ്റെ പേരാണ് അപ്പോൾ സെലക്ട് ചെയ്തിട്ട് ഞാനത് നേരെ പുഷ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് പുഷ് ചെയ്യാൻ കുറച്ച് നേരം എടുക്കും നമ്മളെ വാച്ചിക്ക് ഇത് കയറാനായിട്ട്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ കസ്റ്റം വാച്ച് ഫേസ് ഇപ്പോൾ ആഡ് ആയി കഴിഞ്ഞു. കണ്ടില്ല, ഇതാണ് നമ്മളെ കസ്റ്റം വാച്ച് ഫേസ്. നിങ്ങൾക്ക് എല്ലാ ഫോട്ടോ ഇങ്ങനെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ വാച്ചിൽ. ഇത് W26 പ്രോയിൽ മാത്രം ഇത് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് കാണാൻ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ ആ വീഡിയോൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ വാച്ച് W26+ൻ്റെ ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് അത് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.